ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ചെൻ എന്ന് പറഞ്ഞ് ഒരു ചൈനീസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ ഇതുപോലെയുള്ള ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലർ മൂവീസുകളുണ്ടല്ലോ, അതെല്ലാം വേറെ ലെവലിലായിരിക്കും. ആ ഒരു സ്റ്റോറി ലൈനിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മിനിറ്റിന് മിനിറ്റ് ട്വിസ്റ്റ് വന്നുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇതിനു മുന്നേ തന്നെ നമ്മുടെ ചാനലിലെ ജീനിയസ് ഡിറ്റക്റ്റീവ് മിട്രായി എന്ന് പറഞ്ഞിട്ട് 2015 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് മൂവി ചെയ്തിരുന്നു. അതിലെ ആ ഒരു മൂവി കണ്ടവർക്കറിയാം നമ്മൾ ആദ്യം എന്താണോ വിചാരിക്കുന്നത്, നിസ്സാരം ഈ ഒരു പേപ്പർ, പേന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ആ ഒരു കേസ് അവർ തെളിയിച്ചു പോകുന്നത്. ഇതിനു മുന്നേ ചെയ്ത ആ ഒരു മൂവിയിലാണെങ്കിലും എന്താണ് നടക്കുന്നത് നമ്മൾ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവസാനം കൊണ്ടുവന്ന് ഒരു എലിയാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞിട്ട് ആ ഒരു മൂവി അവസാനിപ്പിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിസ്സാരമായിട്ട് കാണുമല്ലോ. ചിലപ്പോൾ വല്ല ചാർജറോ കണ്ണാടിയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനമായിരിക്കും, അത് വെച്ചുകൊണ്ട് നമ്മൾ പോലും ഞെട്ടിക്കുന്ന സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ഇവരുടേത്. അതുപോലുള്ളൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സ്കൂൾ പയ്യൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി അതേ സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഹീറോ, അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്ലൈമാക്സിലെല്ലാം ഒന്നും രണ്ട് ട്വിസ്റ്റ് ഒന്നല്ല, ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നൊരു മൂവിയാണ്. ഇത്ര ഇൻട്രോ പറയുമ്പോൾ തന്നെ ഈ ഒരു മൂവി എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു വലിയ റൗഡിയുടെ ഭാര്യ ജയിലിൽ നിന്ന് ഇപ്പോൾ റിലീസാവുകയാണ്. അവൾ ചെയ്യാത്ത ഒരു തെറ്റ് പോലും ഇല്ല, എല്ലാ തെറ്റുകളും അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. അവൾ ചെയ്ത തെറ്റാണെങ്കിൽ ഇന്നലെ ആരോ കണ്ടിട്ട് അപ്പോഴാണ് പോലീസിൽ എന്നെ അറിയിച്ച് ഒരു ദിവസം മാത്രമേ അവൾ ജയിലിൽ കിടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൾ ജയിലിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്തു. അതുമല്ലാതെ അവളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ കയ്യിലിരുന്നൊരു പെട്ടിയുണ്ട്, അത് പോലീസ് എടുത്തോട്ട് പോയിരുന്നു. ആ ഒരു പെട്ടിയും കൂടിയാണ് അവളെ റിലീസ് ചെയ്യുമ്പോൾ അവളുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ മുകളിൽ നിന്നിട്ട് അങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് അടുത്തിരിക്കുന്ന 2 പോലീസുകാർ പറയുന്നത്, ഇവളേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്താവാനാണ്, പണത്തിന്റെ ബലം കൊണ്ട് എന്തായാലും അവൾ പുറത്തിറങ്ങും, ഇങ്ങനെയുള്ളവരെ തടയാനായിട്ട് ഈ ഒരു ഭൂമിയിൽ ആരുമില്ലേ എന്നെല്ലാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ നേരത്തെ 2 പോലീസുകാർ ഒരു ഇൻട്രോ പോലെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അത് കേട്ട് നമ്മുടെ ഹീറോ ഒരു മാസ്ക് എല്ലാം എടുത്തിട്ടിട്ട് രാത്രിയിൽ തന്റെ ബൈക്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ പോവാണ്. അതേസമയം തന്നെ മറ്റൊരിടത്ത് ആ ഒരു റൗഡിയുടെ ഭാര്യ അവൾ ജയിലിൽ പോകാനായിട്ട് അവളെ പറ്റി പോലീസിനോട് പറഞ്ഞതാരാണ് ആ ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ആ ഒരു സ്ഥലത്ത് കുറെ നേരമായിട്ട് ഒരു പെണ്ണ് അവളുടെ കയ്യിൽ ക്യാമറയായിട്ട് ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അങ്ങനെ ആ ഒരു റൗഡിയുടെ ഭാര്യയാണെങ്കിലും പിടിച്ചോണ്ട് വന്നവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാസമായിട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് ബൈക്കും കൊണ്ടുവന്ന് അവന്മാരെ എല്ലാവരെയും അടിച്ച് അയാളെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ റൗഡികളും നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഓടി വന്നവരടുത്ത് ഒളിച്ചു നിൽക്കുന്നതും തൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരുത്തൻ ഹീറോയെ പോലെ മാസ്ക് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒളിച്ചു നിൽക്കുന്നു. ചേട്ടാ ഇവൻ ആരാണ് എന്നറിയാൻ കഴിയുന്ന ഹീറോ ഇങ്ങനെ നിൽക്കുന്നതും ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഹീറോ അവനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വില്ലന്റെ ആളുകൾ വന്നിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നതും രണ്ടുപേരും 2 വശത്തേക്ക് നിന്ന് അവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ കാണിക്കുമ്പോൾ 2ാമത് മാസ്ക് ഇട്ടൊരുത്തം വന്നിരുന്നല്ലോ, അവനാണെങ്കിൽ അവന്റെ കാല് വയ്യാത്തതുപോലെ പതിയാണ് നടന്നിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവനോട് പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാനും കഴിയുന്നില്ല. കാരണം ഇപ്പോൾ ആ റൗഡികളെല്ലാം കൂടി ചേർന്നിട്ട് 2 പേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുമല്ല 2ാമത് മാസ്ക് ഇട്ട് വന്നവൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ആ റൗഡിയുടെ ഭാര്യയെ ജയിലിൽ നിന്ന് പുറത്തേക്കാക്കുമ്പോൾ അവളുടെ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെട്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ടാണ്. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് അവൻ ആ ഒരു പെട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതേസമയം തന്നെ ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളെ ഇപ്പോൾ ആ ഒരു വില്ലി പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം ഈ ഒരു വില്ലിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. എന്നിട്ട് അവൾ പറയും, അപ്പോൾ ഒളിച്ചിരുന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിയായിട്ട് വന്നതാണല്ലേ, ചാവെന്ന് പറഞ്ഞിട്ട് അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് വില്ലിയെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞ് വില്ലിയോട് ഫൈറ്റ് ചെയ്ത് വില്ലി അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ വില്ലി മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയുടെ മാസ്കിൽ വിളിച്ചിങ്ങനെ വരിക്കുമ്പോൾ അവൻ്റെ മുഖം ചെറിയ രീതിയിൽ വില്ലിയുടെ കൂടെയുള്ള ആളുകളിൽ ഒരാളിങ്ങനെ ചെറുതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ നമ്മുടെ വില്ലിയെ കൊന്നിട്ട് ഹീറോയിനെയും കൊണ്ട് അവന്റെ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഹീറോയിന് അവളെ രക്ഷപ്പെടുത്തി ആ ഒരു സമയം മുതൽ തന്നെ നമ്മുടെ ഹീറോയോട് നല്ല രീതിയിൽ ഇഷ്ടം തുടങ്ങി. എന്തായാലും തന്റെ ജീവൻ രക്ഷിച്ചല്ലേ, അതുകൊണ്ട് തന്നെ അവനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. എന്നിരുന്നാലും അവസാനം വരെ നമ്മുടെ ഹീറോയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. അതോടെ തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വരെയാണ് ഇതേപോലെ നമ്മുടെ ഹീറോ വില്ലിയെ കൊന്നെന്നുള്ള കാര്യം. അതുമല്ല ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ ഫോട്ടോ എടുത്തിട്ട് അതേപോലെ തന്നെ പത്രത്തിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ട വില്ലിയുടെ ഭർത്താവ് മെയിൻ റൗഡി അവൻ വെറുതെ ഇരിക്കോ, ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയെ കൊന്നത് ആരായാലും അവനെ കണ്ടുപിടിച്ച് കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള റൗഡികളെയും കൂട്ടി അവനിങ്ങനെ പോവാണ്.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു കേസ് ഫയലിംഗ് എടുത്ത് നോക്കാണ്. എന്താണ് കേസ് എന്ന് പറയുന്നില്ല, പക്ഷേ അത് കാണുമ്പോൾ നമ്മുടെ ഹീറോ ചെറിയ രീതിയിൽ അവന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രി കാണിക്കുമ്പോൾ ആരോ ഒരാള് തന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു റിക്ഷയിലേക്ക് കയറി. അതിന്റെ മുകളിലത്തെ ആ ഒരു മൂടിയുണ്ടല്ലോ അത് പിടിച്ചിങ്ങനെ ഇടുകയാണ്. അതേസമയം റിക്ഷ ഡ്രൈവർ ആണെങ്കിലോ അയാളെയും വലിച്ചെടുത്തിട്ട് അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട്, ശരി സാർ, നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്തി ഇറങ്ങാൻ പറയുന്നതും കയറിയ ആളുടെ ഭാഗത്ത് നിന്നും ഒരു റെസ്പോൺസും ഇല്ല. ചേട്ടാ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ആ ഒരു മൂടി തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് വണ്ടിക്കകത്ത് കയറിയ ആ ഒരാളുടെ നെഞ്ചിൽ കത്തി ഇറങ്ങി അയാൾ മരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ആവുന്നത്. കാരണം ആ ഒരു റിക്ഷയ്ക്കകത്ത് മരിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ പയ്യനാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയെ അവന്റെ ചീഫ് വിളിച്ചിട്ട് ഈ ഒരു കേസ് ഏൽപ്പിക്കുകയാണ്. കാരണം മരിച്ച പയ്യൻ ഒരു മിനിസ്റ്ററിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രഷർ മുകളിൽ നിന്നുണ്ട്. അതുമല്ല ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാല് അവനെ കൊന്നതാരാണെന്ന് അറിയത്തില്ല, പക്ഷേ മരിച്ചു കിടക്കുന്ന ആ ഒരു സ്കൂൾ പയ്യന്റെ കയ്യിൽ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ആണെങ്കിൽ ഈ സ്കൂൾ യൂണിഫോമിന്റെ കൈ ഭാഗത്തുള്ള ബട്ടനാണ്. അപ്പോൾ മരിച്ച പയ്യൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിലും ഇതേ യൂണിഫോം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരോ ഒരാളായിരിക്കണം ഇവനെ കൊന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഹേയ് അതൊരിക്കലും ആവത്തില്ല, ചിലപ്പോൾ ആ പയ്യനെ കൊണ്ടുവന്ന റിക്ഷ ഡ്രൈവർ അവനായിരിക്കും ആ ഒരു പയ്യനെ കൊന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതിലൊരു ചാൻസും ഇല്ല. കാരണം ആ റിക്ഷ ഡ്രൈവർ ഒരു സാധാരണ ആളല്ല, അവന് ഒരു പോലീസുകാരനാണ്. ഇപ്പൊ അണ്ടർ കവറിലെ ഒരു റിക്ഷ ഡ്രൈവറായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു കേസ് നീ തന്നെ അന്വേഷിക്കണം. പിന്നെ മരിച്ചുപോയത് ഒരു സ്കൂൾ പയ്യനായതുകൊണ്ട് സംശയിക്കുന്നതും അതേ സ്കൂളിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് നീ ആ ഒരു സ്കൂളിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വേഷം മാറി ചെല്ലണമെന്ന് പറയും. അങ്ങനെ ചീഫ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹീറോ ആയാലും ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് മാറി നേരെ ആ ഒരു സ്കൂളിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ക്ലാസ് റൂമിലേക്ക് ചെന്ന് ഇരിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ആ ഒരു ചെയർ ഒടിഞ്ഞ് താഴേക്കൊന്ന് വീഴാണ്. എന്താണെന്ന് വെച്ചാൽ അതേ ക്ലാസ്സിൽ തന്നെ വേറൊരുത്തം പഠിക്കുന്നുണ്ട്. അവൻ്റെ പേര് ജാക്ക്. ഇപ്പോൾ ഈ ചൈനക്കാരന്മാരുടെ പേരായതുകൊണ്ട് നമ്മുടെ എല്ലാ മൂവിലും പറയുന്നത് പോലെ ജാക്ക്, സാറ, സാമു ഇങ്ങനെയെല്ലാം വയ്ക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു വലിയ വീട്ടിലെ പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പണക്കാരായിട്ടുള്ള പയ്യന്മാർ മാത്രമേ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ അവിടെ ഇരിക്കാനായിട്ട് വരുമ്പോൾ ഇവരതിന് സമ്മതിക്കാത്തത്. അങ്ങനെ അവനോട് നമ്മുടെ ഹീറോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അവിടെ ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ജാക്കിന്റെ കയ്യിലുണ്ടല്ലോ, അവന്റെ കയ്യിൽ ആ ഒരു ഷർട്ടിൽ ആ ഒരു ബട്ടൺ കാണാനില്ല. അപ്പൊ മരിച്ചുപോയ ആ ഒരു പയ്യനെ നമുക്ക് എന്തായാലും സാമെന്ന് വിളിക്കാം. അപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു ബട്ടൺ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നവന്റെ കയ്യിൽ ഒരു ബട്ടൺ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവനായിരിക്കും ചിലപ്പോൾ കൊലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയ്ക്ക് സംശയം തുടങ്ങി. എന്നിരുന്നാലും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് പതിയെ കണ്ടുപിടിച്ച് മാത്രമേ എല്ലാം ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കുറെ നേരം ഇവർ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയെ ആ ഒരു ക്ലാസ് ടീച്ചർ പുറത്തേക്ക് നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വെളിയിൽ നിൽക്കുന്ന സമയത്താണ് ഹീറോയ്ക്ക് അടുത്തൊരു ടെസ്റ്റ് വരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ അതിൻ്റെ അടുത്തോടെ നടന്നിങ്ങനെ പോകുന്നു. അതാരാണെന്ന് കാണിക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിൻ അല്ല, ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹീറോയിൻ ഇപ്പോൾ എങ്ങനെ ഒരു സ്കൂൾ ടീച്ചറായി? അതിന്റെ കാരണം എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോയെ അറിയത്തില്ല. കാരണം ഹീറോയെ കാണുന്ന സമയത്ത് അവൻ ആ ഒരു മാസ്ക് ഇട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഹീറോയിന് ഹീറോ ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ തിരിച്ച് ഹീറോയ്ക്ക് അവൾ ആരാണെന്ന് നല്ലതുപോലെ തന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു അണ്ടർ കവർ പോലീസായിട്ട് ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ. അയാൾ ഇപ്പോൾ ഈ ഒരു സ്കൂളിന്റെ താഴെയായിട്ട് ഒരു ബജി കട ഇങ്ങനെ ഇട്ട് നടത്താൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ ബജി പോലീസ് എന്ന് വിളിക്കാം. അപ്പോൾ സ്കൂളിന് വെളിയിൽ ഇങ്ങനെ ഒരു കടയിട്ട് നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ ഈ ഒരു കേസിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട് ഇവരെ താമസിക്കാൻ വന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയെ ബജി പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് കൊല നടന്ന അന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ബജി പോലീസ് ഇപ്പോൾ ഹീറോയോട് പറയാണ്. അപ്പൊ അന്ന് മരിച്ച ആ ഒരു പയ്യന്റെ പേര് സാം എന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അന്നത്തെ ദിവസം രാത്രി 11 മണിയായി കാണും. ക്ലബിൽ നിന്ന് വെളിയിലേക്ക് വന്ന സാം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ റിക്ഷയിലേക്ക് കയറിയിട്ട് ആ ഒരു റിക്ഷ മൂടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ബജി പോലീസ് ആണെങ്കിലും അവനെ വലിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാതിയിൽ വെച്ചിട്ട് സാം പറയും ഒരു തെരുവിന്റെ സൈഡിലേക്ക് നിർത്തി അടുത്തൊരു മുത്തശ്ശി ഈ സിഗരറ്റ് എല്ലാം വിൽക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ഹോട്ട്മാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലെ സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ഇങ്ങനെ പറയും. അങ്ങനെ അതനുസരിച്ച് നമ്മുടെ ബജി പോലീസ് ആണെങ്കിലും നേരെ ആ ഒരു സിഗരറ്റ് വാങ്ങിക്കാണ്ട് അവിടെ ചെന്ന് ആ മുത്തശ്ശിയോട് സിഗരറ്റ് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ ആ ഒരു ബ്രാൻഡ് തീർന്നു പോയി എന്ന് പറയും. അങ്ങനെ ഈ ഒരു കാര്യം തിരിച്ച് എന്തായാലും സാമിനോട് പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബജി പോലീസ് നേരെ തിരിച്ച് റിക്ഷയുടെ അടുത്തേക്ക് വന്ന് അവനോട് പറയുമ്പോൾ അപ്പോഴും നമ്മുടെ ബജി പോലീസ് സാമിന്റെ മുഖം നേരെ ചൊവ്വേ കണ്ടിരുന്നില്ല. അപ്പോൾ സാമു പറയും ഓക്കെ ശരി, സിഗരറ്റ് ഇട്ടില്ലല്ലേ, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ ബജി പോലീസ് ആണെങ്കിൽ ആ ഒരു റിക്ഷയും വലിച്ച് പിന്നീട് ഒരിടത്ത് നിർത്തിയിട്ടില്ല, നേരെ വീടിന്റെ മുറ്റത്ത് കൊണ്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ സാം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അതിനകത്ത് മരിച്ചു കിടക്കുന്നതായിട്ടും ബജി പോലീസ് കാണുന്നത്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്തായാലും കൊല നടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി വേറെ എവിടെ നിർത്തിയിട്ടില്ല, ആ ഒരു ഒറ്റ സ്ഥലത്ത് മാത്രമേ വണ്ടി നിർത്തിയിട്ടുള്ളൂ. അവിടെ വെച്ചായിരിക്കണം എന്തായാലും കൊല നടന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് അവരോട് സിഗരറ്റ് ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴും അവൻ എന്നോട് ഒരു കുഴപ്പമില്ലാതെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോട്ടെ എന്ന് എങ്ങനെ പറയും?
ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് കേട്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല. ഓക്കെ ശരി, ഇപ്പോൾ എന്തായാലും യൂണിഫോമിലെ ആ ഒരു ബട്ടൺ ഇല്ലാത്ത ജാക്ക് എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ മേളിലാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ സംശയമല്ല ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ കണ്ണാടിയിട്ട വേറൊരു പയ്യനും കൂടി ഉണ്ട്. അവനാണെങ്കിൽ എപ്പോഴും ജാക്കിന്റെ ഒരു അടിമയെ പോലെയാണ് കഴിയുന്നത്. അതുപോലെ ഹീറോയും അവനുമായിട്ട് വഴക്കിടുന്ന സമയത്ത് വരെയും ഇവനാണ് വന്ന് സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അതുകൊണ്ട് തന്നെ ഇവരോട് പഠിച്ച സാമിനെ പറ്റി അവനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനെ കൊന്നതാരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്നത്തെ ദിവസം രാത്രി ജാക്ക് എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ വരുന്നതും അതിന് മുന്നേ തന്നെ ജാക്കും അവന്റെ ആളുകളും കൂടി ചേർന്ന് അകത്തേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ കണ്ണാടി പറയുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ഹീറോയ്ക്ക് കേൾക്കാനും കഴിയുന്നില്ല. എന്നിട്ട് ചോദിക്കും, അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ നീ അവനോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ വൃത്തിയായിക്കൊണ്ടിരുന്നല്ലോ ആ ഒരു വെള്ളം എടുത്ത് നമ്മുടെ ഹീറോയുടെ മേളിലേക്ക് ഒരു ഒറ്റയേറ്. അങ്ങനെ ഹീറോ ആണെങ്കിലും ദേഷ്യം കാരണം അവനെ അടിക്കാനടിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയും പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ഹീറോയെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവന്റെ ദേഹത്തുള്ള വെള്ളമെല്ലാം തട്ടിക്കളയുമ്പോൾ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അവൻ നമ്മുടെ ഹീറോയെ പിടിച്ച് മറ്റേടത്തേക്ക് മാറ്റിയിട്ടാണ്, ഡേയ് നീ മരിക്കാനായിട്ട് വന്നതാണ് ഇവിടെ, വേറെ ഒന്നുമില്ല. ജാക്ക് ആ ഒരു ടീച്ചറിനെ വൺ സൈഡായിട്ട് സ്നേഹിക്കുകയാണ്. ഇതറിയാതെ ടീച്ചറിനോട് നീ നല്ലതുപോലെ കമ്പനി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ എന്തായാലും അവൻ കൊല്ലും എന്നെല്ലാം നമ്മുടെ കണ്ണാടി ഹീറോയോട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞുള്ള കുറച്ച് നാൾ നമ്മുടെ ഹീറോ ഈ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് ദിവസം ഇങ്ങനെ പോകുന്നുണ്ട്. അതുമല്ല നമ്മുടെ ജാക്കും ടീമും എന്തായാലും വെറുതെ ഇരിക്കുമോ ഹീറോയെ പല രീതിയിൽ ഇവർ ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ സഹിക്കാല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഹീറോ ഒട്ടും അവരെ പേടിച്ചിങ്ങനെ കഴിയുന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ജാക്കിനെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനുണ്ടല്ലോ അവളോട് പോയിട്ട് നല്ലതുപോലെ അടുത്ത് ഇടപെടി ഇങ്ങനെ സംസാരിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ട് നമ്മുടെ ജാക്കിന് നല്ല ദേഷ്യം വരും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബജി പോലീസ് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഇതേപോലെ ഒരു ക്ലബിലേക്ക് വാ, നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി നമ്മുടെ ഹീറോ ആ ഒരു ക്ലബിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തന്നെ ജാക്കുണ്ട്. ജാക്കിനാണെങ്കിൽ നമ്മുടെ ഹീറോയെ കാണുന്നതും ഷടാ ഞാൻ പോകുന്നിടത്തല്ല ഇവൻ പോകുന്നു, അതേപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇവൻ അവളുടെ പുറകെ തന്നെ നടക്കുന്നു, ഇവൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ പുറകെ തന്നെ ഇങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ ഹീറോയും ബജി പോലീസും ഓരോ കാര്യങ്ങളായിട്ട് സംസാരിച്ച് നിൽക്കുന്ന അതേ സമയത്ത് നമ്മുടെ ബജി പോലീസ് ആണെങ്കിൽ വെറുതെ നിൽക്കാതെ അടുത്തുള്ള തടിയനെ പോയിട്ട് ഇങ്ങനെ ഞോണ്ടുന്നതും ആ തടിയൻ വെറുതെ ഇരിക്കോ, ഒരിക്കലുമില്ല. അവൻ വന്നിട്ട് ഇവരോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോ അവനെ തടയാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ മല പോലെ ഇരിക്കുന്ന യവനെ എങ്ങനെ അടിച്ചിടാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും നടക്കത്തില്ല. എങ്ങനെയെങ്കിലും അവനെ ഇടിച്ച് ഒരു പരുവാക്കിയിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും ആ ഒരു ശരീരമുള്ള അവരുണ്ടല്ലോ അവൻ പെട്ടെന്ന് വന്ന് വീഴുന്നത് ആ ഡോറിനടുത്തൂടെ വരുന്ന ജാക്കിന്റെ മുകളിലേക്ക്. അങ്ങനെ ഈ ഒരു ദേഷ്യത്തിൽ എഴുന്നേറ്റ് നമ്മുടെ ജാക്ക് ആ ഒരു തടിയനായാലും നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദേഷ്യത്തിൽ തടിയന്റെ ആളുകളെല്ലാം കൂടി വന്നിട്ട് നമ്മുടെ ജാക്കിനെ എടുത്തിട്ടിടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ സ്റ്റാർട്ടിങ് സീനിൽ ഒരു വില്ലനെ കണ്ടിരുന്നല്ലോ, അവന്റെ ആളായിരുന്നു അവർ ക്ലബിൽ അടിയുണ്ടാക്കിയ തടിയനും ആളുകളെല്ലാവരും. അങ്ങനെ അവരെ വിളിച്ചിരുത്തിയിട്ട് നിനക്കെല്ലാം എത്ര ബോധമുണ്ട്, അടിക്കുമ്പോഴത്തേക്ക് അത് ആരാണെന്ന് തിരക്കിയിട്ട് പോലെങ്കിലും അടിക്കണ്ടേ, ആ ഒരു പയ്യൻ എത്ര വലിയ പണക്കാരെ വീട്ടിലെ പയ്യനാണെന്നറിയോ, ഇത് കാരണം നമ്മുടെ ആളുകളിൽ പകുതി വരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും, സാർ എനിക്ക് തോന്നുന്നു നമ്മളെ അടിച്ചവൻ ഒരു സാധാരണ ആളല്ലാന്ന്, കാരണം അവൻ അത്രയും നല്ല രീതിയിലാണ് അവിടെ ഫൈറ്റ് ചെയ്തത്, എനിക്കൊരു സംശയമുണ്ട് നിങ്ങളുടെ ഭാര്യയെ കൊന്നവനും ഇവനായിരിക്കുമെന്ന് എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ വില്ലനാണെങ്കിലോ, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ആ ക്ലബിൽ വന്ന് ഫൈറ്റ് ചെയ്തവൻ അവൻ ആരാണെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ പറഞ്ഞ് വീണ്ടും ആളെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും കണ്ണാടിയും ഓരോരുത്തരിൽ സംസാരിക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ തവണ ജാക്കിനെ പറ്റി എന്തോ ഒരു കാര്യം പറയാൻ വന്നിട്ട് പറയാൻ പറ്റിയില്ലല്ലോ, ആ ഒരു കാര്യം ഇപ്പോഴാണ് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, സാമെന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിക്കുന്ന ആ ഒരു ദിവസം അന്ന് ജാക്കിന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ക്ലബിൽ നല്ല രീതിയിലൊരു പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. അതും രാത്രി മുതൽ രാവിലെ വരെ. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആലോചിക്കും, ശരാ ഇത് ശരിയാണല്ലോ, രാത്രി മുതൽ രാവിലെ വരെ ജാക്ക് ആ ഒരു ക്ലബിൽ തന്നെ പാർട്ടിയായിട്ട് ആഘോഷിക്കുമായിരുന്നെങ്കിൽ സാമിനെ അവൻ കൊല്ലാനായിട്ട് ഒരു വഴിയുമില്ല, ഞാനായിരിക്കും ഇനി വെറുതെ അവനെ സംശയിച്ചത് എന്നുള്ള രീതിയിൽ ഹീറോ ആ ഒരു കാര്യം മനസ്സിലാക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണിക്കുമ്പോൾ ഹീറോയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ പേടിച്ചങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആരാണെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ സ്കൂളിൽ തന്നെ ഒരു കാല് മാത്രം താങ്ങി അവിടേക്ക് ഒരാൾ വരുന്നു. ഇയാൾ ഈ സ്കൂളിലെ സ്കൗട്ട് മാസ്റ്ററാണ്. അതുപോലെ ഇതിനു മുന്നേ ആർമിയിലായിരുന്നു, ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഈ സ്റ്റുഡൻസിന് ഇത്രയും പേടി. പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി കാണും. സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഹീറോ ആ ഒരു വലിയ കൊലയായിട്ട് ഗോഡൌണിനടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് മാസ്ക് ഇട്ട് മറ്റൊരുത്തനുണ്ടായിരുന്നല്ലോ, അവനാണെങ്കിൽ ഒരു സീനിൽ ഇതേപോലെ കാല് വയ്യാത്ത രീതിയിലാണ് നടന്നു പോയിട്ടുള്ളത്. ഒരു ഷവൻ ഇവനാണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും മനസ്സിലാകാം. അങ്ങനെ അവിടേക്ക് വന്ന ആ ഒരു മാസ്റ്റർ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിടാൻ പോവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെയും ജാക്കിനെയും അടി കൂടാനായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആൾറെഡി ജാക്കിനോട് നല്ല ദേഷ്യമുണ്ട്. ഇവൻ ഇന്നെന്തായാലും കുറച്ച് പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ജാക്കിനെ അവിടെ വെച്ച് അടിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ ഈ ഒരു ഫൈറ്റിന് ശേഷം സ്കൂളിൽ എല്ലാവർക്കും നമ്മുടെ ഹീറോയോട് നല്ലൊരു മര്യാദയുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്ക് ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അവിടെ നമ്മുടെ ഹീറോയെ പിടിച്ചുകൊണ്ട് വന്നിരുത്തുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഹീറോയിനും സംസാരിച്ച് വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബജി പോലീസ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല കൂടിയ വിലയുള്ള ഒരു കാർ കൊണ്ടുവന്ന് മുന്നിലേക്ക് നിർത്താൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഒരു പണക്കാര ഫാമിലിയിലെ പയ്യനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കാണിക്കണമല്ലോ. അങ്ങനെ അതും കാണിച്ച് ഹീറോയിൻ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഒരു വലിയ ബംഗ്ലാവിനടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഹീറോയുടെ വീടാണെന്നല്ല ഇങ്ങനെ പറയുന്നു. ഹീറോയിൻ ആണെങ്കിൽ അതിനകത്ത് കടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് അപ്പോഴേക്കും നമ്മുടെ ബജി പോലീസ് ഹീറോയെ മാറ്റി നിർത്തിയിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ആരാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് ബജി പോലീസിനോട് പറഞ്ഞിരുന്നു. അത് കണ്ടുപിടിച്ചാണ് ഇപ്പോൾ വന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ സത്യത്തിൽ ഒരു ജേർണലിസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ അവൾ കണ്ടുപിടിച്ച ഏതോ ഒരു കേസ്, അവളാണെങ്കിലും റൗഡീനെയും അതേപോലെ തന്നെ അവൻ്റെ ഭാര്യയും പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് പോലീസിന് കൊടുത്തിരുന്നു. പക്ഷേ പോലീസ് ആണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കിയത് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടാതെ അത് നിർത്തി അടുത്തത് ഈ ഒരു സ്കൂൾ ടീച്ചറായിട്ട് മാറുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ബജി പോലീസ് ഹീറോയോട് പറയുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇതേപോലെ ആ ഒരു സ്കൂളിലാണ് പഠിക്കാനായിട്ട് പോയിട്ടുള്ളതെന്നും അവിടെ എന്തോ കേസ് സംബന്ധമായിട്ട് പോയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ വില്ലന്റെ ടീമിനെ കുറച്ചുപേരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞുവിടാണ്. പക്ഷെ ഇവന്മാർ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെ വിളിച്ചിട്ടാണെങ്കിൽ വല്ല ആമ്പിള്ളാരെയും പിടിച്ചിട്ട് വഴക്കുണ്ടാക്കിയാൽ പിന്നെ കുഴപ്പമില്ല. അവിടെയുള്ളൊരു പെണ്ണിനെ പിടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതും നമ്മുടെ ജാക്കും ബാക്കിയുള്ള പിള്ളേരെല്ലാം പിടിച്ച് അവരുടെ അടുത്തേക്ക് വന്ന് ഇപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അവിടെ വന്നിട്ടുള്ളത് ഒരു 4-5 റൗഡികളാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരെയും നല്ലതുപോലെ അടിച്ചടിച്ച് ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ താഴെയായിട്ട് ഒരു 19 പേര് നിൽപ്പുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനെ നല്ലതുപോലെ അടിക്കുന്നതും അവർക്കിപ്പോൾ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോ അവിടെ ഒരു ബേസ്ബോൾ ബാറ്റ് കൊടുത്തിട്ട് അങ്ങനെ നടന്ന് നല്ല മാസായിട്ട് വരും. എന്നിട്ട് നല്ലതുപോലെ എല്ലാത്തിനെയും അടിക്കാണ്. ഒരുത്തനെ പോലും വെറുതെ വിടത്തില്ല. ചന്തിക്കെല്ലാം നല്ലതുപോലെ അടി കൊടുത്ത് എല്ലാവരെയും പറഞ്ഞുവിടും. അതേസമയം നമ്മുടെ വില്ലിനെ ഹീറോ കൊല്ലുന്ന സമയത്ത് ആ ഒരു മാസ്ക് എടുത്ത് അവൾ ചെറുതായിട്ട് മാറ്റുമ്പോൾ അവിടെയുള്ള ഒരുത്തൻ കണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ, ആ ഒരുത്തൻ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോൾ നമ്മുടെ ഹീറോയെ കണ്ടിട്ട് ഇവനാണ് വില്ലിയെ കൊന്നെന്നുള്ള കാര്യം ഉറപ്പും വരുത്തി അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടികൊണ്ട സ്റ്റുഡൻസിനെല്ലാം എന്ത് പറ്റിയെന്ന് ഇവരെല്ലാവരും നോക്കുന്ന സമയത്താണ് നമ്മുടെ ബജി പോലീസും നേരെ ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ, അല്ല ഇവനിപ്പോൾ ഇവിടെ എന്താ ഈ ഒരു വേഷത്തിൽ? അങ്ങനെ ഹീറോയിൻ ഈ ഒരു സംശയം തോന്നി ഇവരോട് കാര്യം തിരക്കുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അവൻ അന്വേഷിക്കുന്ന കേസ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഹീറോയിനോട് പറയുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹീറോയിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കേസിൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് ഹീറോയിൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല വേറെ ഒന്നുമല്ല, മരിച്ചുപോയ സാമുണ്ടല്ലോ അവൻ എങ്ങനെയുള്ള ഒരുത്തനായിരുന്നു എന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അല്ല ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അവനെ പറ്റി അധികം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഒരു കാര്യം കണ്ടിരുന്നു, അവനും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു കുട്ടിയാണ് ഈ റൗഡികളായാലും ഇപ്പോൾ ശല്യപ്പെടുത്തിയത്. അവളെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പോൾ ഇവരെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് ഞാൻ സാമിനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്നാണ്. പക്ഷെ സാറ ഒരു അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല, അവളെന്തോ പേടിച്ചതുപോലെയാണ് നിന്നിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തായിട്ട് ഹീറോ നേരെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവരും ആൾറെഡി നമ്മുടെ ഹീറോയെ ഒരു ഹീറോ ആക്കി മാറ്റി വെച്ചേക്കാണ്. അതുപോലെ ഇപ്പോൾ 50 വരെ അടിച്ചോടിച്ചത് കൊണ്ട് എല്ലാവർക്കും ഹീറോയോട് നല്ല ബഹുമാനമായി. എന്നിട്ട് നമ്മുടെ ജാക്ക് തന്നെ ഹീറോയെ പിടിച്ച് ആ ഒരു ചെയറിലേക്ക് ഇരുത്താണ്. അതുമല്ല അവനോടുള്ള ആ ഒരു ബഹുമാനം കാരണം അവിടെയുള്ള എല്ലാവരും വലിക്കുന്ന ആ ഒരു സിഗരറ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടാവും, ആ ഒരു ബ്രാൻഡ് സിഗരറ്റ് അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോഴാണ് ഹീറോ നോക്കുമ്പോൾ എല്ലാവരും വലിക്കുന്നത് ഒരേ ബ്രാൻഡാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജാക്ക് വലിക്കുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ അതായിരിക്കും ആ ക്ലാസ്സിലുള്ള മിക്കവരും വലിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ സാം ആയിരുന്നു ലീഡർ, ആ ഒരു സമയത്ത് അവൻ ഉപയോഗിക്കുന്ന ബ്രാൻഡാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ജാക്ക്, ഇപ്പോൾ അത് കഴിഞ്ഞ് ഹീറോ എന്നുള്ള രീതിയിൽ ജാക്ക് ഒരു മറുപടി കൊടുക്കുന്നതും നമ്മുടെ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ സാം ഏത് ബ്രാൻഡ് സിഗരറ്റാണ് യൂസ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ സാം എപ്പോഴും ഡഹീങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് സിഗരറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബജി പോലീസിന്റെ റിക്ഷയിൽ കയറിയിട്ട് അവൻ അന്നത്തെ ദിവസം യാത്ര ചെയ്ത് ആ ഒരു മുത്തശ്ശിയോട് ഒരു സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറയുമല്ലോ. പക്ഷെ ആ ഒരു സിഗരറ്റിന്റെ ബ്രാൻഡ് ഹാറ്റ്മാൻ എന്ന് പറഞ്ഞൊരു പേരാണ്. അപ്പോൾ സാധാരണ ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നവൻ അന്ന് മാത്രം എന്തുകൊണ്ടാണ് വേറൊരു ബ്രാൻഡ് ആവശ്യപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയ്ക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിലൊരു സംശയം തോന്നി തുടങ്ങി. അതുപോലെ ഇത്രയും നേരമായിട്ട് സാറേ അവൻ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അവൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ ഏതോ ഒരു സ്റ്റോർ റൂമിലേക്ക് ചെന്നിട്ട് എന്തോ സാധനം എടുക്കാനായിട്ട് ടീച്ചറെ പറഞ്ഞു വിട്ടതുകൊണ്ട് അവൾ അവിടേക്ക് പോയേക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നേരെ അവിടേക്ക് ചെന്ന് ആ ഒരു സ്റ്റോർ റൂമിനകത്തേക്ക് കയറുന്നതും പെട്ടെന്ന് ഒരുത്തം വന്ന് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇരുട്ടായതുകൊണ്ടും അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നൊരു അറ്റാക്ക് ആയതുകൊണ്ട് ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ തിരിച്ച് അവനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്ത് റൂമിന് വെളിയിൽ ആരോ വരുന്നൊരു ശബ്ദം കേട്ട്
ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ നമ്മുടെ ഹീറോയെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതേസമയം റൂമിനകത്തേക്ക് വരുന്നത് ആരാണെന്ന് വെച്ചാൽ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി. ഇപ്പോൾ ഹീറോയെ അടിച്ചത് ആരാണെന്ന് അവൻ അറിയാനും കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓക്കെ ശരി, ഞാൻ ഇപ്പോൾ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നീയും സാമും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്ന് അറിഞ്ഞിരുന്നല്ലോ, അത് സത്യമാണോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അവനാണ് വെറുതെ എൻ്റെ പുറകെ നടന്നിട്ട് ഇഷ്ടമാണെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ ശരി, സാമു മരിച്ച അന്നത്തെ ദിവസം അന്ന് രാത്രി നീ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാറ് പറയും അവളുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കാണ്, അതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അവളുടെ അമ്മയെ കാണാനായിട്ടാണ് പോകുന്നത്, അതേപോലെ തന്നെയാണ് അന്നത്തെ ദിവസം രാത്രിയും അവളുടെ അമ്മയെ കാണാനായിട്ട് പോയിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഹീറോ നമ്മുടെ ബജി പോലീസും അതേപോലെ തന്നെ ഹീറോയിൻ ഇവർ രണ്ടുപേരോടും പറയാണ്. എന്നിട്ട് ഹീറോ നമ്മുടെ ബജി പോലീസിനോട് ചോദിക്കും അല്ല നീ റിക്ഷയിൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മുത്തച്ഛിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞതല്ലോ, അവരെ പറ്റി നീ അന്വേഷിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ ഞാൻ അന്വേഷിച്ചു, അവർക്ക് കാഴ്ച അത്ര കുറവാണ്, അവരെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, ഈ ഒരു അവസ്ഥയിൽ അവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരൊരിക്കലും കണ്ടിരുന്നില്ല, അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയും. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, സാം എന്നോട് അന്ന് ഹോട്ട്മാൻ സിഗരറ്റാണ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞിരുന്നത്, പക്ഷെ ആരോ ഒരാൾ അന്നത്തെ ദിവസം രാവിലെ വന്നിട്ട് ആ ഒരു ബ്രാൻഡ് സിഗരറ്റ് മാത്രം മൊത്തമായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി, അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡ് അവിടെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്നത്. അപ്പോൾ ഹീറോ പറയും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, നീ റിക്ഷയിൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു സിഗരറ്റ് വാങ്ങിക്കുന്ന സ്ഥലം അവിടെ മാത്രമേ വണ്ടി നിർത്തിയിട്ടുള്ളൂ, അവിടെ വെച്ചിട്ടായിരിക്കണം എന്തായാലും കൊലയാളി സാമിനെ കൊന്നിട്ടുള്ളത്. പക്ഷെ എന്റെ സംശയം എന്താണെന്ന് വെച്ചാല് സാം അവിടെയാണ് വണ്ടി നിർത്തി സിഗരറ്റ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കില്ലറിന് എങ്ങനെ മനസ്സിലായി? അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവൻ അവിടെ ഒളിച്ചിരുന്നിട്ട് നമ്മുടെ സാമിനെ കൊല്ലാനായിട്ട് ചാൻസ് ഉള്ളൂ. അതുമല്ല എല്ലാ ദിവസവും ഒരേ ബ്രാൻഡ് സിഗരറ്റ് വാങ്ങിക്കുന്നവൻ അന്ന് മാത്രം എന്താണ് മറ്റൊരു ബ്രാൻഡ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞത്? എന്തായിരിക്കും ഇതിനെല്ലാം കാരണം? അത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ സൂചി നൂലെടുത്തിട്ട് എന്തോ ഇങ്ങനെ തയ്ക്കുന്നുണ്ട്. അതിങ്ങനെ കുറേ നേരം നോക്കിയിട്ടാണ് ഹീറോ പറയുന്നത് ഓക്കെ നമുക്കുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം പോയാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ബജി പോലീസ് ഹീറോയിൻ ഹീറോ ഇവർ മൂന്നുപേരും കൂടി ചേർന്ന് സാമു മരിക്കുന്നതിന് മുന്നേ ഒരു ക്ലബ്ബിൽ പോയെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ക്ലബ്ബിലേക്ക് ഇപ്പോൾ ചെല്ലുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം എന്തായാലും ഇവർക്ക് ആ ഒരു ക്ലബ്ബിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം അത്രയും പണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമേ ആ ഒരു ക്ലബ്ബിൽ വരത്തുള്ളൂ. അവിടുത്തെ മെനു കാർഡ് കാണുമ്പോൾ തന്നെ 3 പേരുടെ കണ്ണ് തള്ളിപ്പോവും. അതുകൊണ്ട് അന്നത്തെ ദിവസം അവരൊന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു മാസ്ക് എല്ലാം ഇട്ട് എല്ലാവരെയും കബളിപ്പിച്ച് മറ്റാരും കാണാതെ ആ ഒരു ക്ലബിനകത്തേക്ക് കയറാണ്. എന്നിട്ട് ഏത് റൂമിലാണോ നമ്മുടെ സാം ആ ഒരു ദിവസം താമസിച്ചത് ആ ഒരു റൂമിൽ തന്നെ പോയി ഒളിച്ചിരിക്കും. അതേസമയം ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ നല്ല മോഡേൺ രീതിയിൽ എല്ലാവരെയും മയക്കുന്ന രീതിയിൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ബജി പോലീസ് അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിന്റെ വേഷമെല്ലാം കിട്ടി അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുത്തനോട് സംസാരിച്ച് പഴകി അവനെ വളച്ചെടുക്കുന്നതും നമ്മുടെ ബജി പോലീസിനെ വേറൊരുത്തൻ വന്നിട്ട് അവനെ വിളിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി നമ്മുടെ ബജി പോലീസിന്റെ അവസ്ഥ എന്താവുമെന്തോ. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുത്തനെ വിളിച്ചിട്ട് ഒരു മുറിയിലേക്ക് പോകുന്നു. എന്നിട്ടാണ് അവന്റെ കണ്ണെല്ലാം കേട്ടിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കും അല്ല കുറച്ച് നാൾക്ക് മുന്നേ ഈ ഒരു ക്ലബ്ബിൽ എന്തെങ്കിലും പറയുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഉള്ളത് ഇതേ റൂമിൽ തന്നെയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് ഇവിടെ ഒരു സംഭവം നടന്നിരുന്നു, കുറച്ച് നാളുകൾക്ക് മുന്നേ കുറെ സ്കൂൾ കുട്ടികൾ ഇവിടേക്ക് വന്നിരുന്നു, അതിൽ കൂടെ വന്ന ഒരു പെണ്ണിനെ അതിലുള്ളൊരു പയ്യൻ റേപ്പ് ചെയ്യാണ് ചെയ്തത്. അത് ഇവിടെ വലിയൊരു സംസാരിക്കുന്ന വിഷയമായി മാറിയിരുന്നു. ആ ഒരു പെണ്ണാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു. പക്ഷേ റേപ്പ് ചെയ്ത ആ ഒരു പയ്യനാണെങ്കിൽ കുറച്ച് പണക്കാര ഫാമിലി ആയതുകൊണ്ട് പോലീസ് അത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. അങ്ങനെ ഇവൻ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം ആലോചിക്കുന്നത്. ആ ഒരു വില്ലിയെ കൊന്നതിന് ശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവനൊരു കേസ് പോലെ എടുത്തു വെച്ചിട്ട് അവന്റെ മുഖമെല്ലാം മാറിയിരുന്നല്ലോ. അത് സത്യം പറഞ്ഞാൽ ഇവിടെ നടന്ന ആ ഒരു സംഭവത്തെ പറ്റിയുള്ള കേസായിരുന്നു. അന്ന് റേപ്പ് ചെയ്യപ്പെട്ട ആ ഒരു പെണ്ണ് കൊടുത്ത കേസ്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതുപോലെ പോലീസുകാർ ആ ഒരു കേസ് വലിയ കാര്യമൊക്കെ എടുത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ വില്ലനും ടീമും നമ്മുടെ ഹീറോയെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഒരുത്തനെ വിട്ടിരുന്നല്ലോ. അവനിപ്പോൾ ഹീറോയിൻ ഈ ഒരു റൂമിലേക്ക് വരുന്നത് കണ്ടിട്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് ഈ ഒരു റൂമിനകത്തേക്ക് വന്നിട്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നത് നമ്മുടെ ഹീറോ വെറുതെ ഇരിക്കോ ചാടി ഇറങ്ങി വേറെ ലെവലിൽ അവനോടൊപ്പം ഫൈറ്റ് ചെയ്ത് അവനെ വേറെ ലെവലിൽ നല്ലതുപോലെ അടിച്ച് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഇവർ രണ്ടുപേരും തൂങ്ങി മറ്റൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിന് ഇപ്പോഴും ഇവന്റെ മുഖം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഹീറോയോട് ചോദിക്കും അല്ല നിന്റെ മുഖം ഒന്ന് കാണാനായിട്ട് ആ ഒരു മാസ്ക് ഒന്ന് മാറ്റാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും അതിനെന്താ നീ കണ്ണ് മൂടിക്കോ ഞാൻ ഇപ്പം തന്നെ മാറ്റാന്ന് പറയുന്നതും ഹീറോയും പെട്ടെന്ന് കണ്ണ് മൂടുന്ന സമയം കൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇനിയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഹീറോ ഇത്രയും നാൾ നടത്തിയ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ നേരെ പോലീസ് ഡ്രസ്സിൽ സാറയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാണ്. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട്
അവളെ മുന്നിലിരുത്തി ആ ഒരു ചീഫിനോട് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അങ്ങനെ പറയുന്നു. ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സാമിനെ കൊന്ന ആ ഒരു വില്ലിയുണ്ടല്ലോ അത് നമ്മുടെ സാറയാണെന്നാണ്. എന്നിട്ട് എന്താണ് നടന്നതെന്ന് നമ്മുടെ ചീഫിനോട് ഇങ്ങനെ പറയാണ്. അന്ന് ആ ഒരു ക്രൈം സീൻ കാണുമ്പോൾ വളരെ ചെറിയൊരു റോഡ്, നല്ല രീതിയിലുള്ള ഇരുട്ട്, കണ്ണ് കാണാത്തൊരു മുത്തശ്ശിയാണ് കട നടത്തുന്നത്. ഇതിലും നല്ല രീതിയിൽ ക്രൈം നടത്താൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം വേറെ എവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് സാമിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സാറ തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് ആ ഒരു റിക്ഷ വണ്ടി കുറച്ചു നേരം അവിടെ നിൽക്കണം. അതുപോലെ തന്നെ അവൾ വിചാരിച്ചതുപോലെ സാമാണെങ്കിലും പാതിയിൽ വണ്ടി നിർത്തിയിട്ട് അവന് ഹോട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിൽ സിഗരറ്റ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞ്, അങ്ങനെ നമ്മുടെ ബജി പോലീസ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു പക്ഷേ ആ ഒരു സിഗരറ്റ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗരറ്റ് വാങ്ങി തിരിച്ചു വന്ന് റിക്ഷ പൊക്കി അവൻ ആ ഒരു സിഗരറ്റ് കൊടുക്കുമ്പോൾ റിക്ഷയ്ക്കകത്തിരുന്ന ആ ഒരു ഡെഡ് ബോഡി അപ്പോൾ തന്നെ അവൻ കാണുമായിരുന്നു. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ ചെന്നിട്ട് ആ ഒരു ബ്രാൻഡിലെ സിഗരറ്റ് മൊത്തമായിട്ടും സാർ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയത്. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്തൊരു സംശയം ഇങ്ങനെ തോന്നുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ സാർ അവനെ കൊല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ കറക്റ്റായിട്ട് വണ്ടി അവിടെ തന്നെ നിർത്തണമല്ലോ. അങ്ങനെയാണെങ്കിലല്ലേ അവൾക്ക് കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്ന് അവനെ കൊല്ലാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു സംശയം കാണുന്നത് നമുക്ക് തോന്നുമെങ്കിലും ഇതിനും കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഹീറോ പറയുന്നതാണ് മറ്റൊരു ടെസ്റ്റ്. സാമിനെ കൊന്നത് ഒരിക്കലും റിക്ഷ അവിടെ നിർത്തിയ ആ ഒരു സമയത്തല്ല, അതിനു മുന്നേ തന്നെ സാമ കൊല ചെയ്യപ്പെട്ടിരുന്നു. എന്താണെന്ന് വെച്ചാലേ സാം അവസാനമായിട്ട് നിന്നത് ഒരു ക്ലബിലാണല്ലോ. ആ ഒരു ക്ലബിൽ വെച്ചാണ് സാറ അവനെ കൊന്നിട്ട് അവന്റെ ബോഡി അവിടെ നിന്ന് ആദ്യമേ തന്നെ എടുത്തുകൊണ്ട് വന്ന് ആ ഒരു റിക്ഷ എവിടെയാണോ നിർത്തുന്നത് ആ ഒരു സ്ഥലത്ത് ആരും അറിയാതെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവള് സാമിനെ പോലെ വേഷം മാറി ആ ഒരു റിക്ഷയിലേക്ക് കയറിയിരുന്ന അവളുടെ മുഖം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മേൽഭാഗം വലിച്ചിങ്ങനെ മൂടി വെച്ചതും. അത് കഴിഞ്ഞ് നമ്മുടെ ബജി പോലീസ് റിക്ഷയും വലിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നതും അവനോട് സിഗരറ്റ് വാങ്ങിക്കാനായിട്ട് പറയുമ്പോൾ നമ്മുടെ ബജി പോലീസ് സിഗരറ്റ് വാങ്ങിക്കാൻ ചെല്ലുന്നു. ആ ഒരു സമയത്ത് സാറ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാമിന്റെ ബോഡി എടുത്ത് ഈ ഒരു റിക്ഷയിലേക്ക് മാറ്റും. അതുമല്ല ഇവള് വാങ്ങി തീർത്ത ആ ഒരു സിഗരറ്റിന്റെ പേര് തന്നെയാണ് നമ്മുടെ ബജി പോലീസുകാരനോട് പറയുന്നത്. അങ്ങനെ സിഗരറ്റ് ഇല്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ബജി പോലീസ് തിരിച്ച് റിക്ഷയുടെ അടുത്തേക്ക് വന്നിട്ട് ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവള് ആ ഒരു റിക്ഷയുടെ അടുത്തായിട്ട് എന്നെ ഒളിച്ചു നിന്നിട്ട് സിഗരറ്റ് ഇല്ല അല്ലേ, ശരി വീട്ടിലേക്ക് തന്നെ പോയിക്കോന്നും പറഞ്ഞ് അവൾ ഒരാണിന്റെ രീതിയിൽ ശബ്ദം മാറ്റി ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബജി പോലീസിന് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാറയ്ക്ക് മനസ്സിലായത് അവൾ അവനെ കൊല്ലുന്ന സമയത്ത് അവളുടെ കയ്യിലുള്ള ആ ഒരു യൂണിഫോമിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത് സാമിന്റെ കയ്യിലായിപ്പോയി. അപ്പൊ ഇത് വെച്ച് തന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയെങ്കിലും റൂട്ട് മാറ്റി വിടണം. അതിനു വേണ്ടിയിട്ട് മറ്റൊരാളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലെ തന്നെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ നമ്മുടെ ജാക്ക്, അവൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൻ യൂണിഫോം ഊരി വയ്ക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുള്ള ആ ഒരു ബട്ടൺ അവൻ അറിയാതെ അഴിച്ചെടുത്തിട്ട് ഇവളുടെ യൂണിഫോമിൽ വെച്ച് പിടിപ്പിക്കും. അങ്ങനെയാണ് അവൾ ആ ഒരു കേസ് തിരിച്ചു കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ അവളെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സാറയാണെങ്കിലോ അവൻ പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല. അപ്പോൾ സാറ് പറയും, ഇല്ല ഞാൻ ഒരിക്കലും അവനെ കൊന്നിട്ടില്ല, ഞാൻ എന്തിനാ അവനെ കൊല്ലേണ്ടത്, അവനെ കൊല്ലാനായിട്ടുള്ള ഒരു കാരണം നിങ്ങളൊന്ന് പറഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുന്നതും അവിടെയാണ് നമ്മുടെ ഹീറോ അടുത്തൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. വേറെ എന്തിനി, സാം നിന്നെ റേപ്പ് ചെയ്തില്ലേ, ആ ഒരു ദേഷ്യത്തിലാണ് നീ അവനെ കൊന്നിട്ടുള്ളത്. നിന്നെ റേപ്പ് ചെയ്തതിന് ശേഷം നീ ആ ഒരു കേസ് സ്റ്റേഷനിൽ ഒന്ന് കൊടുത്തല്ലോ, ദേ ആ ഒരു കേസ് ഫയൽ ഇതാണ്. അതുമല്ല ഒരു വട്ടം നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ സാമിന്റെ കൊലപാതക ദിവസത്തിലേ നീ നിന്റെ അമ്മയെ കാണാനായിട്ട് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ ഞാൻ ആശുപത്രിയിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ നീ അവിടെ ചെന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ എവിടെ പോയെന്ന് ഞാൻ പറയട്ടെ. അന്നത്തെ ദിവസം സാമിനോടൊപ്പം ആ ഒരു ക്ലബിലേക്ക് പോയിട്ട് 11 മണി വരെ നീ അവനോടൊപ്പം അവിടെ ഇരുന്ന് കുടിക്കുകയാണ് ചെയ്തത്. അതുമല്ല അത്രയും നല്ല ആരോഗ്യമുള്ള സാമിനെ നിനക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കൊല്ലാൻ കഴിയും. അതുകൊണ്ട് നീ നിന്റെ അമ്മയെ കാണാനായിട്ട് ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിനക്ക് ഉറങ്ങുന്നതിനുള്ള മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് അത്ര പാടൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു മരുന്നെടുത്ത് അവൻ കുടിക്കുന്ന മദ്യത്തിൽ നീ ഇട്ട് അവനെ ബോധം കെടുത്തിയതിന് ശേഷമാണ് നീ അവനെ കൊന്നത്. അതിനുശേഷമാണ് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിച്ചത്. അതുമല്ല നീ മരുന്ന് കലർത്തിയ ആ ഒരു മദ്യം പോലീസ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള മദ്യം നീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു റൂമിൽ തന്നെയുള്ള ഒരു ചെടിച്ചെടിയിലേക്ക് ഒഴിക്കുകയും ചെയ്തു. ഇത് ഞാൻ ആ ഒരു മുറിയിൽ ചെന്നപ്പോൾ കണ്ടുപിടിച്ച കാര്യമാണ്. അങ്ങനെ ഓരോ തെളിവുകളായിട്ട് നമ്മുടെ സാറിയോട് ഇങ്ങനെ പറയുമ്പോൾ സാറി ഇപ്പോഴും അവനെ കൊന്നതായിട്ട് സമ്മതിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി നീ അവനെ കുത്തിക്കൊന്ന ആ ഒരു കത്തിയില്ലേ അതിൽ നിന്റെ ഫിംഗർ പ്രിന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ബജി പോലീസ് ഉണ്ടല്ലോ അവനിപ്പോൾ ഏതോ ഒരു ഷോപ്പിലേക്ക് ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി ഇങ്ങനെ കത്തിക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്തായിട്ട് മറ്റൊരുത്തം വന്നിട്ട് ഹോട്ട്മാൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിലെ സിഗരറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ചോദിച്ച് വാങ്ങുന്നതും അവിടെയാണ് നമുക്ക് തരുന്നത് ഒരു 1.5 ടെസ്റ്റ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബജി പോലീസ് പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. എന്തൊരു കാര്യം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഒരു റിക്ഷ വലിച്ചോണ്ട് പോകുന്ന സമയത്ത് അതിലിരുന്ന് ഹോട്ട്മാൻ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കേൾക്കുന്നത്. അങ്ങനെ അതാരാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണെന്ന് കാണിക്കുമ്പോൾ ഇവരുടെ സ്കൂളിലെ സ്കൗട്ട് മാസ്റ്റർ അയാളായിരുന്നു അത്.
അവനാണ് ആ ഒരു സിഗരറ്റ് തന്നെ വന്ന് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇതിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ബജി പോലീസ് നേരെ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി ഓടി വന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു കാര്യം പറയാമെന്നും പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് നോക്കുമ്പോൾ സ്റ്റേഷനിലാണെങ്കിൽ ഒരാൾ പോലും ഫോൺ എടുക്കുന്നില്ല. അതേസമയം കാണിക്കുമ്പോൾ ആ ഒരു സ്കൗട്ട് മാസ്റ്റർ ഉണ്ടല്ലോ, അയാളിപ്പോൾ നമ്മുടെ ബജി പോലീസിന്റെ പുറകെ വന്ന് അവന്റെ കഴുത്ത് ഞെരിച്ച് ബജി പോലീസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ നേരെ ഈ ഒരു വീട്ടിലേക്ക് വരുന്നതും സ്കൗട്ട് മാസ്റ്ററിനെ കൊണ്ട് ബജി പോലീസിനെ കൊല്ലാനായിട്ട് കഴിയുന്നില്ല. അതോടെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് സാമിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു കത്തി ഉണ്ടല്ലോ, അതിലെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് സാറയാണ് കൊലപാതകി എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഒരു കത്തിയിലുള്ള ഫിംഗർ പ്രിന്റ് ഒരിക്കലും സാറയുടേതല്ല. അങ്ങനെയാണെങ്കിൽ സാറ ഒരിക്കലും യഥാർത്ഥ കൊലയാളിയല്ല. ഇപ്പൊ എല്ലാം തെറ്റി വരുവാണല്ലോ, എന്താണ് സംഭവിക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം ഹീറോയിൻ നമ്മുടെ ബജി പോലീസ് ഇവർ രണ്ടുപേരോടും പറയാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുന്ന ആ ഒരു വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ ഇരിക്കുകയാണ്. അതുപോലെ ഹീറോയിൻ ആണെങ്കിൽ അടുത്തുള്ള തൂണിൽ കെട്ടിയിട്ടിട്ട് അവളുടെ അടുത്തായിട്ട് പെട്രോൾ ഒഴിച്ചേക്കുന്നു. മാസ്റ്ററിന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഇരിപ്പുണ്ട്. എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഹീറോയിൻ കത്തി നശിക്കും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ബജി പോലീസ് എന്തേ അവരെവിടെ ചോദിക്കുമ്പോൾ അവനെ കൊന്നതായിട്ടാണ് മാസ്റ്റർ പറയുന്നത്. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് സാമിനെ കൊന്നത് ഒരിക്കലും സാറയല്ല, ഈ മുന്നിലിരിക്കുന്ന മാസ്റ്ററാണെന്ന്. സത്യത്തിലെ ഹീറോ ചിന്തിച്ച കാര്യങ്ങളെല്ലാം സാറയാണ് ആ ഒരു കൊല ചെയ്തത് എന്നുള്ള രീതിയിൽ അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ആളെ മാത്രമാണ് മാറ്റി ചിന്തിച്ചിട്ടുള്ളത്. സത്യത്തിൽ അന്ന് ക്ലബിൽ സാറാ സാമ് രണ്ടുപേരും കുടിച്ചോണ്ടിരുന്നല്ലോ. അതുമല്ല ഇവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തനിക്ക് പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു മയക്കുമരുന്നെടുത്ത് മദ്യത്തിൽ കലക്കി അവന് കുടിക്കാണ്ട് കൊടുത്തതും അവന്റെ ബോധം പോയതിനു ശേഷം അവൾ അവിടെ നിന്ന് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റർ ഇതിനകത്തേക്ക് വരുമായിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റർ സാമിനെ കൊന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ബോഡി എടുത്ത് കൊണ്ടുപോയി ഒളിച്ചു വെച്ച് സാമിനെ പോലെ തന്നെ വേഷം മാറി ആ ഒരു റിക്ഷ വണ്ടിയിലേക്ക് കയറിയിട്ട് പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സംഭവിച്ചതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഹീറോ നോക്കുമ്പോൾ മാസ്റ്റർ വലിക്കുന്നത് ഹോട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിലുള്ള സിഗരറ്റ് തന്നെയാണ്. അപ്പോൾ ഹീറോ പറയും, അപ്പോൾ നീ തന്നെയാണ് ഇതെല്ലാം ചെയ്ത കൊലയാളി എന്നിങ്ങനെ പറയുമ്പോൾ അവൻ ചോദിക്കും, അല്ല അതെങ്ങനെ നീ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബജി പോലീസിനെ കൊന്നത് എന്തായാലും നീയാണ്. സാമിന്റെ കൊല നടന്ന സമയത്ത് സംഭവ സ്ഥലത്ത് സാക്ഷിക്കുണ്ടായിരുന്ന ഒരേ ഒരാള് അത് ബജി പോലീസ് മാത്രമായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നിനക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാമായിരുന്നു, പക്ഷെ ഒരിക്കലും നീ അത് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കേസ് മറ്റൊരു രീതിയിൽ മാറിപ്പോകാൻ വേണ്ടിയിട്ട് അവന്റെ ആവശ്യം നിനക്കുണ്ടായിരുന്നു. കാരണം അവൻ വന്ന് അവിടെ എന്താണ് നടന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ മറ്റുള്ളവരോട് കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഒരു കേസ് മറ്റൊരു രീതിയിൽ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നീ അവനെ വെറുതെ വിട്ടത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ബജി പോലീസ് ഈ സ്കൂളിന്റെ താഴെ ഈ ഷോപ്പ് നടത്തുന്ന സമയത്ത് അവനൊരു പോലീസുകാരനാണെന്ന് നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലാണ് അവനെ ഫോളോ ചെയ്ത് വന്ന് അവനെ കൊന്നിട്ടുള്ളത്. നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ? നിനക്ക് ഒട്ടും നാണമില്ലേ? നീ മിലിറ്ററിയിൽ ജോലിയെല്ലാം ചെയ്തതല്ലേ, എന്നിട്ട് എന്തിനാ ഇത്രയും മോശമായിട്ട് നടക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വില്ലൻ പറയുന്നത്, അതെ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആർമിയിലും രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുള്ളറ്റ് എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കാലിതേ ഈ ഒരു അവസ്ഥയിലായി. എന്നിട്ട് ഈ ഒരു ഗവൺമെൻറ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇത്രയും നല്ലവനായിട്ട് കഴിഞ്ഞിട്ട് പോലും എനിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി എല്ലാവരുടെ മുന്നിൽ നല്ലതുപോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വില്ലിയുടെ കയ്യിൽ നിന്നും ആ ഒരു മയക്കുമരുന്ന് ആ ഒരു പെട്ടി എടുക്കാനായിട്ട് അന്നത്തെ ദിവസം മാസ്ക് ഇട്ട് ഞാൻ അവിടേക്ക് വന്നതും ആ ഒരു പെട്ടി എടുത്തിട്ട് പോയതും. അങ്ങനെ ആ ഒരു കില്ലറാണെങ്കിലും ആ ഒരു മയക്കുമരുന്നെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവനാണെങ്കിലും പതിയെ പതിയെ അത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടും കൂടിയാണ് അയാൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ആ ഒരു ബോക്സ് തുറന്ന് ഇത് കച്ചവടം ചെയ്യാനായിട്ട് ഇതെല്ലാം പൊതിയുന്ന സമയത്താണ് ഈ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിൽ ഒരാൾ ഇതിങ്ങനെ ഡോർ വഴി കാണുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. പകരം ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ യൂണിഫോമിൽ നിന്നുള്ളൊരു ബട്ടൺ അത് താഴെ വീഴുന്നത് അയാൾ കാണും. അപ്പോൾ ഇതാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ അടുത്ത ദിവസം ഗ്രൗണ്ടിൽ വെച്ചിട്ട് എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് കാണിക്കുമ്പോൾ ആ ഒരു ബട്ടൺ കയ്യിലില്ലാത്തത് സാമിൻ്റെ യൂണിഫോമിലായിരുന്നു. അങ്ങനെ അവനാണെന്ന് മനസ്സിലാക്കിയതും ഓക്കെ ഇനിയിപ്പോൾ ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നത്തിലാവും. അതുകൊണ്ടാണ് സാമിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവനെ കൊല്ലുന്നതും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊല്ലുന്നത് എളുപ്പമാണ്, പക്ഷെ അത് ഒളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. അതുപോലെ ഈ ഒരു കേസ് വഴി തിരിച്ച് മറ്റൊരാളുടെ മണ്ടയിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് അവൻ ജാക്കിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു ബട്ടൺ അവനെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യിക്കാന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബട്ടൺ അഴിച്ചെടുത്ത് സാമിൻ്റെ കയ്യിൽ നിന്ന് വീണ ആ ഒരു ബട്ടൺ അവൻ്റെ ഷർട്ടിൽ തന്നെ തയ്ച്ചു വെച്ച് അത് കഴിഞ്ഞ് ജാക്കിൻ്റെ ഡ്രസ്സിലെ ആ ഒരു ബട്ടൺ അത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കായിരുന്നു. ഇങ്ങനെ എല്ലാം വളരെ പെർഫെക്റ്റോടെ ഞാൻ ചെയ്തിട്ട് നീ അതെല്ലാം കണ്ടുപിടിച്ച് കളഞ്ഞു. ശരി, ഇനിയിപ്പോൾ നിന്നെ കൊന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ഇവിടെ വെച്ച് കഴിയുമല്ലോ. അതിനു മുന്നേ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എന്തായാലും നിന്റെ മുന്നിൽ വെച്ച് കൊല്ലാം, അത് കുറച്ചുകൂടി രസമായിരിക്കുമെന്നും പറഞ്ഞിട്ട് ആ ഒരു ലൈറ്റർ എടുത്ത് ഹീറോയിൻ്റെ ദേഹത്തേക്ക് ഇടാനായിട്ട് ഇങ്ങനെ വരുന്നതും
അതിന് മുന്നേ തന്നെ ആ ഒരു ലൈറ്റർ ആരോ ഒരാൾ പിടിക്കുന്നു. കാണിക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബജി പോലീസുകാരൻ. എന്തോ ബജി പോലീസ് ഇതുവരെ മരിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ കില്ലർ ചാടി എഴുന്നേറ്റ് ഹീറോയോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, അവന് കാല് വയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും നേരം നമ്മൾ മൂവിയിൽ കണ്ടിരുന്നത്. പക്ഷെ അവന് ഒരു കുഴപ്പമില്ല, 2 കാല് നല്ല സൂപ്പറായിട്ട് വെച്ചുകൊണ്ട് തന്നെ അവൻ ഹീറോയോട് ഫൈറ്റ് ചെയ്യുന്നു. അതുമല്ലാതെ സ്കൂളിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് ആ ഒരു സ്റ്റോർ റൂമിലേക്ക് ചെല്ലുമല്ലോ. പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്നു. ആ ഒരു അറ്റാക്ക് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും ഈ ഒരു കില്ലർ തന്നെയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്രയും നാളും കാല് വയ്യാന്ന് പറഞ്ഞല്ലേ നടന്നിരുന്നത്, എല്ലാവരെയും പറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റിയൽ ആയിട്ടും അവൻ്റെ 2 കാല് നമ്മുടെ ഹീറോ ഓടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വില്ലന് വേറെ വഴിയില്ല, അവൻ സറണ്ടർ ആവുകയും ചെയ്യുന്നു. ഇതോടെ മൂവി തീർന്നെന്ന് പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റ് പൂക്കളരുത്. ഇതിന് ശേഷം കുറച്ചുകൂടി ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ സാറയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് പറയും, ഇതേപോലെ ഞാൻ മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുന്നതും സാറ പെട്ടെന്ന് പറയും, അല്ല ഈ ഒരു കാര്യം എന്തിനാ എന്നോടൊന്ന് പറയുന്നേ, സാം എന്തോ തെറ്റ് ചെയ്തു, അതിഷ്ടപ്പെടാതെ മാസ്റ്റർ അയാളെ കൊന്നു, അതിപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നതും ഇവിടെയാണ് നമ്മുടെ ഹീറോ പിടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാസ്റ്ററിനെ പിടിച്ചു എന്ന് മാത്രമേ അവളോട് പറയത്തുള്ളൂ, പക്ഷേ മാസ്റ്ററാണ് സാമിനെ കൊന്നുള്ള കാര്യം ഒരിക്കലും ഇവളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതെന്താണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. സത്യത്തിൽ മാസ്റ്റർ ആ ഒരു മയക്കുമരുന്നെല്ലാം കച്ചവടം ചെയ്യുന്ന സമയത്ത് അത് കണ്ടതൊരിക്കലും സാമല്ലായിരുന്നു, സാറാന്ന് പറഞ്ഞാൽ ഈ ഒരു പെണ്ണായിരുന്നു. അങ്ങനെ നിന്റെ കയ്യിലുള്ള ആ ഒരു ബട്ടൺ മിസ്സായതിനു ശേഷം അടുത്ത ദിവസം നീ നല്ലതുപോലെ പേടിച്ചു. അടുത്ത ദിവസം അവൾ നല്ലതുപോലെ പേടിക്കുകയാണ്, ആ മാസ്റ്റർ ചിലപ്പോൾ തന്നെ കണ്ടുപിടിച്ചാലോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കണം എന്ന് അവൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് അവളെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിച്ച അല്ലെങ്കിൽ അവളെ റേപ്പ് ചെയ്ത സാം എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനെ തന്നെ ഇതിലേക്ക് പെടുത്താമെന്നും പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് സാമിൻ്റെ യൂണിഫോമിലെ ആ ഒരു ബട്ടൺ ഇവൾ അഴിച്ചെടുത്ത് അവളുടെ കയ്യിൽ വെച്ചിട്ട് അവളുടെ ബട്ടൺ അവൾ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ കില്ലറിന് മനസ്സിലാവാതെ അത് സാമാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് സാമിനെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ എല്ലാ കാര്യങ്ങളും അവളോട് ഇങ്ങനെ പറയുമ്പോൾ അവൾക്കിപ്പോൾ വേറെ വഴിയില്ല, ചെയ്ത കാര്യം എന്തായാലും സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ പറയും, അതെ ഞാൻ തന്നെയാണ് അത് ചെയ്തത്, അതിനിപ്പോൾ എന്താ, ഒരു പെണ്ണായിട്ടുള്ള ഞാൻ എൻ്റെ ദേഹത്ത് അവൻ കൈവച്ചു. അതും എങ്ങനെയാണെന്നറിയോ, എൻ്റെ ചേട്ടൻ ഒരു ആർമിക്കാരനാണ്, ഏതൊരു പ്രശ്നത്തിൽ പെട്ടുപോയി, അതുമല്ല അവൻ്റെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് പല തവണ അവൻ എന്നെ ഉപദ്രവിച്ചത്. അങ്ങനെയുള്ള ഒരുത്തൻ മരിക്കാൻ അതിനൊരു കാരണക്കാരി ഞാനായതിൽ എനിക്ക് ഒരു വിഷമവുമില്ല, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സാറ ആർമിയിൽ ജോലിയുള്ള അവളുടെ ചേട്ടൻ്റെ പേര് അങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അതാരാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു വില്ലിയെ പോലീസിന് പിടിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ച ഒരുത്തനെ ആ വില്ലി ഗോഡൌണിൽ വെച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുമല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ഹീറോ അവിടേക്ക് ചെല്ലുകയും ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ സാറയുടെ സഹോദരൻ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഹീറോയ്ക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം നമ്മുടെ ഹീറോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് ഹീറോയും മനസ്സിലാക്കും. അതുകൊണ്ട് അവളെ വെറുതെ വിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആദ്യം കൊന്ന വില്ലിയുടെ ഭർത്താവിന് ഇപ്പോഴും നമ്മുടെ ഹീറോയോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ കൊല്ലാനായിട്ട് അവൻ ആളുകളെയും കൂട്ടി വരുമെന്ന് എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഹീറോ ആ ഒരു മാസ്ക് ഇട്ട് തൻ്റെ ആ ഒരു ബൈക്ക് കൊടുത്ത് വീണ്ടും എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുന്നതും കാണിക്കുമ്പോഴത്തേക്കാണ് വില്ലൻ്റെ ഒരു 19 പേര് അവിടെ ഉണ്ടെങ്കിൽ ഹീറോയുടെ പുറകെ ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും കൊണ്ട് ഒരു കൈ നോക്കാടാന്നും പറഞ്ഞിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.